ഹേ ഗൈസ്, നമ്മൾ ഇന്ന് സാധുക്കാടെ കുറച്ച് റിലേറ്റീവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. സാധുക്ക വന്നിട്ട് നമ്മ അങ്ങനെ എവിടെയും പോയിട്ടില്ല. അപ്പൊ ഇന്ന് സാധുക്കാടെ കുറച്ച് അമ്മായിമാരുണ്ട്, അവരെ വീട്ടിലേക്ക് പോണ വീഡിയോ ആണ് ഇത്. അങ്ങനെ നമ്മളെ ഫസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് വലപ്പാടിനുള്ളിലേക്ക് കൊറ്റങ്ങളോടോ കോതങ്ങളോടോ ഒന്നും അറിയില്ല ഗൈസ്, എനിക്കത് രണ്ടും എപ്പോഴും മാറും. ഇതിലേതോ ഒന്ന് വലപ്പാടിനുള്ളിൽ. അപ്പൊ അവിടെ പോയി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്ത് പോകാൻ പോവുകയാണ്. ഇനിയുള്ളതെല്ലാം ചാമക്കാല കുരുക്കുഴി ആ റൂട്ടാണ്. പോണ വഴിക്ക് നമുക്ക് ഇങ്ങനെ ഓരോരുത്തിൽ നിരത്തി കയറാം. അങ്ങനെ ഒരു വൈകിട്ട് ഈവനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലായിടത്തും കയറി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മ നേരെ എൻ്റെ വീട്ടിൽ കൊണ്ട് പോയിണ്ടായിരുന്നു. അവിടെ നിന്ന് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ട് ഗൈസ്. ഉത്സവമായിരുന്നു തോന്നുന്നു, ഉത്സവം തോന്നുന്നു അതായിരുന്നു. അപ്പൊ നമ്മ അത് കാണാൻ വേണ്ടി പോയിണ്ടായിരുന്നു. ഇത് പണ്ടെങ്ങാണ്ട് എടുത്തൊരു വീഡിയോ ആണ് ഗൈസ്. പണ്ടെന്ന് പറഞ്ഞാൽ കുറെ നാളായി കൂടൽമാണിക്യത്തിൽ ഈ പരിപാടി നടക്കുന്ന സമയം എല്ലാവർക്കും ഇത് കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോഴത്തെ വീഡിയോ ആണ്. നമ്മ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നിച്ചൂസും റിൻസിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും ഉത്സവത്തിന് ഉണ്ടാവണ പോലെ ഇങ്ങനത്തെ കുറെ കളിപ്പാട്ടങ്ങൾ, പണ്ടത്തെ നൊസ്റ്റാൾജിക് സാധനങ്ങൾ, പിന്നെ മാല, കമ്മല്, വള, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, പിന്നെ പണ്ടത്തെ കുറെ മിഠായികൾ ഉണ്ടായിരുന്നു അവിടെ. പുളിമിഠായി, കപ്പലിന്റെ മിഠായി, സീക്രറ്റ് മിഠായി, അങ്ങനത്തെ കുറെ. എനിക്കിതൊക്കെ കാണുമ്പോൾ പണ്ട് എൻ്റെ വാപ്പമാനായിട്ട് ഇതേപോലെ ഉത്സവത്തിന് പോയേക്കണ ഓർമ്മ വരെ ഗൈസ്. എൻ്റെ വാപ്പാടെ വീട് വഴിയമ്പലത്തായിരുന്നു. അവിടെ ഇപ്പോൾ കുറ്റിക്കാട് അമ്പലമൊക്കെ ഉണ്ട്. കുറ്റിക്കാട് അമ്പലം അവിടെ ഇപ്പോൾ ഉത്സവമൊക്കെ വരുമ്പോൾ ഞാൻ വാപ്പ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ അന്ന് മേടിച്ചിരുന്നു. എനിക്കിതൊക്കെ കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. പിന്നെ ഇവിടെ കുറച്ച് വളകൾ കണ്ട് ഗൈസ്. വള കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വാപ്പമാനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വാപ്പ എപ്പോൾ ഉത്സവത്തിന് പോയാലും അല്ലെങ്കിൽ ഇവിടെ പോയി വരുമ്പോൾ എനിക്ക് വള മേടിച്ചിട്ട് തരാറുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. പിന്നെ കുറച്ചാൾ മുമ്പ് ഇൻസ്റ്റയിൽ വൈറലായത് ഈ ഒരു വളയും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണാവോ എല്ലാ സാധനങ്ങളും പണ്ടത്തെ പോലെ നോക്കി കാണാൻ ഇഷ്ടമെങ്കിലും മേടിക്കാനൊരു ഇഷ്ടമില്ല. പണ്ടായിരുന്നു എന്തോരം കിട്ടിയാലും നമുക്ക് മതിയാവാണ്ട. ഉത്സവത്തിനായാലും എവിടെ പോയാലും നമുക്ക് അവിടെ കാണുന്ന സാധനങ്ങൾ എന്തോരം വാങ്ങിച്ചുവിടാൻ പറ്റും അത്രയൊക്കെ വാങ്ങിച്ചുവിട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പണ്ടത്തെ ഒരു വൈബൊന്നും എനിക്ക് കിട്ടണില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്യണതിന് മുമ്പ് ഇൻസ്റ്റയിൽ കുറച്ച് റീൽ കണ്ട് അത് ഫുള്ള് കുറച്ച് അമ്മാമ്മമാരെ വീഡിയോ ഒക്കെ ആണ്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആകെ വിഷമമായി. അതിൽ കൂടി ഈ വീഡിയോയും വളരെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്നും കൂടിയും ഇടങ്ങറായി പോയി ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ റിൻസിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവള് പിള്ളേർക്ക് കളറിംഗ് ബുക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റ് ആയിക്കാറുണ്ട്. പിന്നെ ഈ കിച്ചൺ സെറ്റ് വെക്കാറുണ്ട്. നമ്മൾക്ക് പണ്ട് ചെറുതായിരിക്കുമ്പോൾ ഇതേപോലത്തെ കിച്ചൺ സെറ്റ് അല്ല. അതിൻ്റെ ഇടയിൽ സാധനമൊക്കെ വന്നിട്ട് എന്തൊക്കെയോ കോപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്ത് വീഡിയോ എടുക്കണുണ്ടായാലും ഇതിനിങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ വെരിക്കിൻ്റെ പോലെ പാറി ഇറക്കാറുണ്ട്. നാഗവല്ലിയുടെ പോലെ ഓരോന്ന് വെച്ചോക്കെ ഇട്ടോക്കെ ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നെ അവിടെ നിന്ന് സാധക്ക് എന്നെ കൈയോടെ പിടിച്ചിട്ട് ഐസ്ക്രീം മേടിക്കാൻ പോയി. പൊതുവെ എനിക്ക് ഐസ്ക്രീമിനോട് വലിയ താല്പര്യമില്ല. വലിയ പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ഐസ്ക്രീം മേടിക്കാറുള്ളൂ. അവിടുത്തെ ചേട്ടനായിട്ട് കമ്പനി അടിച്ച് അവർ രണ്ടുപേരും ഐസ്ക്രീം കഴിച്ച് ഞങ്ങൾ ഉപ്പ് സോഡ കുടിക്കാൻ പോകുന്നു ഗൈസ്. എനിക്ക് സാധൊക്കെ പുറത്ത് പോകുമ്പോൾ ഉപ്പ് സോഡ മേടിച്ച് തന്ന് എനിക്കത് ശീലമായി. പിന്നെ ഇവരിങ്ങനെ വീഡിയോ എടുക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ തിരക്കൊന്നും കൂടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ലൈറ്റ്, ഈ മാല, പൂവ് സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ രണ്ടുപേരും നടന്നിങ്ങനെ നമ്മൾ 3 പേരും നടന്നിങ്ങനെ ഓരോന്നൊക്കെ പറയായിരുന്നു. പിന്നെ ഞങ്ങൾ ഉപ്പ് സോഡ കുടിക്കുന്ന സ്ഥലത്തെത്തി. പിന്നെ ഉപ്പ് സോഡക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. സാധക്ക് ഉപ്പ് സോഡ കിട്ടിയ ഒരൊറ്റ വലിക്ക് ഇങ്ങനെ കുടിക്കും ഗൈസ്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ കണ്ണൊക്കെ അങ്ങോട്ട് നിറച്ച് നിൽക്കണം. ഞാൻ സാധക്ക് കുടിക്കണ പോലെ കുടിക്കാൻ നോക്കിയിട്ട് ശ്വാസം നിലക്കാണ്ട് പോയത് കാര്യോ ഭാഗ്യം. അങ്ങനെ നമ്മ നേരെ വീട്ടിൽ പോയി.